എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇപ്പോൾ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് കുട്ടികൾ പാദപൂജ ചെയ്തതിനെക്കുറിച്ച്. ഈ പാദപൂജ ചെയ്തത് ആരെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വിവാദമാകാൻ കാരണം. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ, അവരെ നിർബന്ധിച്ചും കൊണ്ട് ഗുരുക്കന്മാരെ പൂജിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. നമ്മൾക്കെല്ലാം ഗുരുവിനോട് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. എന്നാൽ അത് ഈ കാല് കഴുകിച്ച് അതിൽ പൂവിട്ട് പൂജിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചില ആൾക്കാരുടെ ചോദ്യം. അങ്ങനെ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കാല് കഴുകിച്ചത് ആരെയാ? തീവ്രവാദികളുടെ കാല് കഴുകിയിട്ട് നിത്യേന കുടിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഭീകരവാദികളുടേത്, കള്ളക്കടത്തുകാരുടേത്, അഴിമതിക്കാരൻ്റെത്, അങ്ങനെ നാടിൻ്റെയും സമൂഹത്തിനും വളരെയേറെ വൃത്തികേടുകൾ കാണിക്കുന്ന, നമ്മുടെ നാടിൻ്റെ തന്നെ ശാപമായിട്ടുള്ള പല ആൾക്കാരുടെ കാല് മാത്രമല്ല മറ്റ് പലതും കഴുകി അത് സേവിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് കൊച്ചുകുട്ടികൾ അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു തന്ന ഗുരുവിൻ്റെ കാലിൽ ഒന്ന് നമസ്കരിച്ചു, ഒന്ന് പൂവിട്ട്, ഒന്ന് ആദരിച്ചതിനെയാണ് ഇവിടെ പലർക്കും ചൊറിച്ചിലായിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ. എന്തിനാണ് ഈ പാദപൂജ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ അത് നടക്കില്ല എന്നാണ് പറയുന്നത്. എവിടെ? കേരളത്തിൽ കഴിഞ്ഞ 40 വർഷക്കാലത്തിലേറെയായിട്ട് അത് നടക്കുന്നുണ്ട്. കേരളത്തിൽ 40 വർഷമായിട്ട് വിദ്യാലയത്തിൽ നടക്കുന്നുവെന്ന് മാത്രമല്ല കേട്ടോ, അതിനേക്കാളും വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കേരളത്തിൽ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഇത് മതപരമല്ല ഇവിടെ നടന്നത്, വിദ്യാലയത്തിൽ നടന്നത് മതപരമല്ല. എന്നാൽ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും, എന്തിനേറെ ഹിന്ദു ആരാധനാലയങ്ങളിലും ഈ ചടങ്ങ് നടന്നിട്ടുണ്ട്. ഹിന്ദു ആരാധനാലയങ്ങളിൽ കാൽ കഴുകി ചൂട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്താണെന്ന് പറയുന്നത്, അവിടെ പൂജാരിയായ വ്യക്തി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുതിർന്ന അധികാരിയായിട്ടുള്ള തന്ത്രി, ആ തന്ത്രിയാണ് മറ്റുള്ളവരുടെ ആരാണോ ഈ പൂജ കഴിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാല് കഴുകുന്ന ഒരു ചടങ്ങുണ്ട്. അത് ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയണ്ട. കാരണം എന്താ? ഇവിടെ ബ്രാഹ്മണനാണ് മറ്റുള്ളവൻ്റെ കാല് കഴുകുന്നത്. അത് ഇടക്കാലത്ത് വിവാദമാക്കാൻ ശ്രമിച്ചു. കാരണം ഈ ബ്രാഹ്മണൻ്റെ കാല് കഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാദമാക്കിയത്. അത് ഹൈക്കോടതിയിൽ നിന്ന് പോലും വന്നു വിധി നിങ്ങൾക്ക് തുടരാം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്തു മതക്കാർക്കിടയിൽ മൗണ്ടി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ മൗണ്ടി എന്ന് പറയുന്ന ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഈസ്റ്റർ ഒരു ഞായറാഴ്ച ഉണ്ടാകുന്നത്, അതിന് തൊട്ട് മുമ്പത്തെ ഈ പെസഹ വ്യാഴം, ഈ പെസഹ വ്യാഴാഴ്ച ആ പള്ളിയുടെ ഏറ്റവും പ്രധാന അധികാരിയായിട്ടുള്ള ആള്, ചിലപ്പം ബിഷപ്പായിരിക്കും, മൈത്രാനായിരിക്കും, ഇങ്ങനെയുള്ള ആൾക്കാർ വിശ്വാസികളായ ആൾക്കാരുടെ കാല് കഴുകിച്ച് ചുംബിക്കുന്ന വരെയുണ്ട്. അതിന് എന്തോ ആരും കുഴപ്പമാക്കാൻ വന്നിട്ടില്ല. ഇനി അതിൻ്റെ പണ്ടക്കാർക്ക് ഇനി കയറാൻ നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മറ്റ് തീവ്രവാദികളുടെയും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെയും അഴിമതി നടത്തുന്ന ആൾക്കാരുടെയും എല്ലാ കൊള്ളരുതായ്മ കാണിക്കുന്ന ആൾക്കാരുടെയും വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും കഴുകിയിട്ട് തീർത്ഥം പോലെ സേവിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം എന്താണെന്നറിയോ? അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് അല്പം വിനയവും ബഹുമാനവും വേണം. ഇത് അഹങ്കാരമാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കഴിഞ്ഞാൽ എന്താണോ അതാണ് ഇവിടെ നടക്കുന്നത്. ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ആരുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഹങ്കാരം തലക്ക് പിടിച്ചപ്പോൾ അവർക്ക് തോന്നി ഇനി ഈ ഒരു വിഷയത്തിൽ ഇടപെടാമെന്ന്. എത്ര വർഷക്കാലമായി ചെയ്യുന്നു. ഇവിടെ മാത്രമൊന്നുമല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ ആരാണോ കയറി വരുന്നത് അവരെ അതിഥി ദേവോ ഭവ എന്ന് വിചാരിച്ച്
അവരുടെ കാല് കഴുകിച്ച് വീടിനകത്ത് കൊണ്ടുപോയിട്ട് അതിഥി സൽക്കാരം നടത്തുന്ന ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്, കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംസ്കാരം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്കാരമുള്ള പുരാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പോലും തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന അതിഥികളുടെ കാല് കഴുകിച്ചിട്ടുണ്ടായിരുന്നു. അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവരെ സേവിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സുദാമാവിൻ്റെ കാല് കഴുകിച്ച് ആ സത്രമഞ്ചത്തിൽ നിന്ന് തൻ്റെ ഇരിപ്പിടത്തിലിരുത്തി സൽക്കരിക്കുന്നത് ഇന്ന് ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ ശ്രീരാമചന്ദ്രൻ ക്ഷത്രിയനാണ്. കാനനയാത്രയ്ക്കിടയിൽ പല ഋഷിമാരുടെയും അടുത്തേക്ക് പോകുമ്പോൾ അവരെ ആ ശ്രീരാമചന്ദ്രനെ അതിഥിയായി സൽക്കരിച്ചും കൊണ്ട് കാൽ കഴുകിച്ച് കൊണ്ടുവന്ന് സൽക്കരിക്കുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. ദശരഥന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടെയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അഗസ്ത്യമുനി പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്, വസിഷ്ഠൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേ വസിഷ്ഠനെ ശ്രീരാമനും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്തിനേറെ പറയുന്നു, നവരാത്രി നാളുകളിൽ പല ഭവനങ്ങളിലും ഇത്തരത്തിൽ മാതാപിതാക്കൾ തൻ്റെ കുട്ടികളെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, മക്കളെ, അതുപോലെ സ്ത്രീകളെ, ഭർത്താക്കന്മാരും ആൺമക്കളും ഒക്കെ ഇത്തരത്തിൽ കാല് കഴുകിച്ച് പൂജിക്കുന്ന ചടങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി അതിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ നിരവധി കുടുംബങ്ങളിൽ ഇത്തരത്തിൽ ചെയ്യുന്നത്, ഞാൻ അടക്കമുള്ളവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒരു 2 കൊല്ലം മുമ്പുള്ളത് വേക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് അതുപോലും ഒരു പുച്ഛം. കുട്ടികൾ തൻ്റെ ഗുരുനാഥനെ അല്ലാണ്ട് പിന്നെ ആരെയാണ് ഈ കാല് കഴുകിച്ച് പൂജിക്കേണ്ടത്? ആ ഒരു സമ്പ്രദായം കുട്ടികളിൽ വിനയവും ബഹുമാനവും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരെ ആദരിക്കപ്പെടേണ്ട വ്യക്തികളായിട്ടുള്ള മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവതുല്യമായി കണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ആദ്യ ബാലപാഠമാണ് ഈ ഒരു ചടങ്ങ്. എന്നാൽ ഇത്തരത്തിൽ മാതാവിനോ ഗുരുവിനോ അല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ ഗുരുവിനോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ചില കൂട്ടുകാരുണ്ട്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് കുട്ടികളുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കാനാണ് അവർക്ക് താല്പര്യം. അതുപോലെ തന്നെ മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും പറഞ്ഞയക്കാനാണ് അവർക്ക് താല്പര്യം. നമ്മൾക്കറിയാൻ പറ്റും, ഇവിടുത്തെ പ്രധാന അധ്യാപകനെ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചത് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ പറഞ്ഞു വിടുന്ന നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രധാന അധ്യാപകനെ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പാളിന് ശവമഞ്ചമൊരുക്കിയ വിദ്യാർത്ഥികളുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രിൻസിപ്പാളിൻ്റെ കസേരയുടെ കാല് തല്ലി ഒടിച്ചത്, പ്രിൻസിപ്പാളിൻ്റെ കാല് തല്ലി ഒടിക്കുന്നതിന് തുല്യമായിട്ടാണ് അവരുടെ ആ ഇരിക്കുന്ന കസേരയുടെ കാല് തല്ലി ഒടിച്ചത് നമ്മൾക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മുന്നിൽ ഗുരു പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ മുന്നിലിട്ടിട്ട് ആ ഗുരുവിനെ വെട്ടിക്കൊന്ന ഒരു കൂട്ടരുണ്ട്. അവർക്കിത് വെറും ഒരു പുച്ഛമായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന അവസരത്തിൽ അധ്യാപകന്റെ കൈവെട്ടുന്ന സമയത്ത്, അധ്യാപകന്റെ ചെകിട്ടത്തടിക്കുന്ന സമയത്ത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പുതിയ തലമുറയിലേക്ക് ആൾക്കാർ കുത്തിവെക്കുന്നുണ്ട്. നിയമസഭയിൽ മുണ്ട് മാടിക്കുത്തിയിട്ട് അഴിഞ്ഞാടിയ ചില നേതാക്കന്മാർക്ക് ഈ പാദപൂജ പുച്ഛമായിരിക്കും. അവരുടെ ലക്ഷ്യം എന്താണ്? കുട്ടികളെ വെറും തമ്മാടികളായി വളരണം. അങ്ങനെ തമ്മാടികളായി വളർന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മൾക്ക് ജയ് വിളിക്കാൻ ആൾക്കാരെ കിട്ടുകയുള്ളൂ. അല്ലാത്തവർ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ആരാധിച്ച് ബഹുമാനിച്ച് ശ്രേഷ്ഠമായ തലത്തിൽ ജീവിതത്തിൻ്റെ ഉയർന്ന പന്താവിലേക്കെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിൻഗാമികൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാലയത്തിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പനയും അതുപോലെ അനാശാസം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം പോലും ഇത്തരം നേതാക്കന്മാർ പിന്നിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, വരുന്ന തലമുറ ഈശ്വരതുല്യമായ നന്മയുടെ പ്രതീകമായ ഒരു വിഭാഗം കുട്ടികളായി തീരണമെങ്കിൽ അവരാദ്യം തൻ്റെ അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകണം. അത് തന്നെയാണ് ഇന്ന് പല വിദ്യാലയങ്ങളിലും നമ്മൾ കണ്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലുടനീളം പല വിദ്യാലയങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. പല ഭവനങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. പല
ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം നമ്മുടെ വരുന്ന തലമുറ പിഴച്ചു പോകാതെ, നാടിന് ശാപമാകാതെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു മോഹമാണ് ആ തരത്തിൽ അവരെ കൊണ്ട് ഈ കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ തന്നെ ശ്രേഷ്ഠമായ വിധത്തിൽ, നല്ലതായ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ സമീപകാലത്ത് വളരെ വിവാദമായ ഒരു ചർച്ച കൊണ്ടുവന്ന് നമ്മുടെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങിനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ കണക്കാക്കുന്ന ഒരു വിഭാഗത്തിനുള്ളൊരു മറുപടിയായിട്ടാണ്. അതിൽ പല അമ്മമാരും സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റി. പെരിന്തൽമണ്ണയിലെ ആ തിരുവള്ളൂർ വിദ്യാനികേതനിലെ അമ്മമാർ എന്ന് വെച്ചാൽ മുസ്ലിം അമ്മമാർ തന്നെ പറയുന്നു, ഇത്തരം ചടങ്ങുകൾ വളരെ നന്നായിട്ടുണ്ട്, എൻ്റെ മക്കൾ ചെയ്യാറുണ്ട്, എനിക്കതിൽ അഭിമാനമുണ്ട് എന്ന് പറയുന്നു. കാരണം ആ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മയോടും അവരുടെ പാപ്പയോടും ഒക്കെ ബഹുമാനത്തോടുകൂടി പെരുമാറുന്നത് ആ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ശീലമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ശീലം നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ കഴുകന്മാരുടെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർ നശിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ജോലിയില്ലാതെയായി അല്ലെങ്കിൽ കുടുംബമില്ലാതെയായി തമ്മാടികളായി നടന്നാൽ നമ്മൾക്ക് പിന്നിൽ അണിനിരക്കാൻ നിരവധി ആളെ കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്.